ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ആപ്ലിക്കേഷൻ അല്ല ഒരു ഗെയിമിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ട് എങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് ഒരു എത്ര പറയണ്ടേ ഒരു 52 ഗെയിം ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മ എങ്ങനെ കളിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പം നോർമൽ ഒരു ഗെയിം ഇൻസ്റ്റാൾ ആക്കി അത് മാത്രം കളിക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് ഏകദേശം ഗെയിമിന്റെ ഇങ്ങനത്തെ പേരാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു 52 ഗെയിം ഉണ്ട്. അതായത് നമുക്ക് ഇതിൽ കമ്പ്യൂട്ടറായിട്ടും കളിക്കാൻ പറ്റും, അതുപോലെ ഫ്രണ്ട്സിനെ ഒന്നിച്ച് നമുക്കിപ്പം കുറച്ച് മടുത്ത് ഇങ്ങനെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ മടുത്ത് സമയത്ത് ഫ്രണ്ട്സ് അപ്പുറമുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടാ നീ ഇപ്പുറത്ത് കളിക്കും ഞാൻ അപ്പുറത്ത് കളിക്കാറ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഗെയിം. അത് മാത്രമല്ല അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് മാത്രമല്ല ഒന്നിച്ച് അടുത്തടുത്ത് ഇരുന്നിട്ട് കളിക്കാം. പിന്നെ കൂടാണ്ട് ഇതിന് ഇപ്പം എന്താ പറയാ കമ്പ്യൂട്ടറിനോട്, അതായത് അതിൽ റോബോട്ട് ഉണ്ട് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് റോബോട്ടിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൂട്ടിയിട്ട് ഇത്ര പവർ, ഇത്ര കമ്പ്യൂട്ടറിന് ഇത്രയും എന്താ പവറിൽ ഇങ്ങനത്തെ രീതിയിൽ കളിക്കണം, അല്ലെങ്കിൽ ലോ, അതായത് ഏജ് എല്ലാം നമ്മൾ കൊടുക്കുന്നില്ല. അതേപോലെ അതിന്റെ എത്ര പവർ സ്പീഡിൽ കളിക്കേണ്ട ഒരാക്കണോ, മെല്ലെ കളിക്കേണ്ട ആക്കണോ, ഈസി, മീഡിയം, ഹാർഡ് എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, അതേപോലത്തെ ഒരു സംഭവം. അതങ്ങനെ ഈസി മോഡ് എന്നൊന്നും ഇങ്ങോട്ട് കൂട്ടും കുറക്കും ചെയ്യേണ്ട മാത്രമാണ്. അങ്ങനെ കളിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ടാവും. ഇങ്ങനെ സെർച്ച് ചെയ്യാം. ഞാൻ സെർച്ച് ചെയ്യുന്ന പോലെ നോക്കി സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ ഇടം എഴുതി വെച്ചിട്ട് സെർച്ച് ചെയ്തോ. അപ്പം ഇതേപോലെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലെയർ ഇങ്ങനെ 2 പ്ലെയർ അടിക്കുമ്പോൾ ഇതിൽ രണ്ടാമത് കാണുന്ന ഗെയിം ഓക്കെ കാണുമ്പോൾ ഒരു ചെറിയ ഇതായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ പേരെന്നെ നോക്ക്, ആൻറ്റി സ്ട്രെസ് എല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഗെയിം എന്നല്ല പറയുന്നത്. അപ്പോൾ കളിച്ചു നോക്കുക തന്നെ വേണം. സ്ട്രെസ് ഒഴിവായാൽ നിങ്ങൾക്ക് അത്രയും നല്ലതല്ലേ. അപ്പം ഗെയിം ഓപ്പൺ ആക്കുമ്പം മുകളിൽ താഴെ ഇങ്ങനെ പരസ്യം ലോഡും. നമ്മൾ പരമാവധി നെറ്റ് ഓഫ് ആക്കിയിട്ട് കളിക്കാം. നെറ്റ് ഓഫ് ആക്കിയാൽ ചില ടൈമിൽ നെറ്റ് കണക്ഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും. അപ്പോൾ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഗെയിം കയറിയാൽ മതി. അതെന്ന് പറയുമ്പം ഗെയിം കളിക്കുമ്പോൾ വരില്ല, കളിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരൂ. അത് കളിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ചിട്ട് ഈ സെക്ഷനിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വരും, നെറ്റിൻ്റെ എറർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ബാക്ക് അടിച്ചാൽ മതി. നെറ്റില്ലാണ്ട് ഇത്ര ഗെയിമെല്ലാം കളിക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമല്ലേ. നോക്കിയേ, ഒരുപാടുണ്ട്. അപ്പം ഫസ്റ്റ് ഒന്ന് നെറ്റ് ഓൺ ആക്കിയിട്ട് കയറിക്കോവാണെങ്കിൽ, എന്നിട്ട് പിന്നെ നെറ്റ് ഓഫ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഗെയിം കയറുന്നതിന് മുമ്പ് ഓഫ് ആക്കിയിട്ട് കയറി നോക്കാം. അങ്ങനെ ഓരോന്നാക്ക്. അപ്പം ഈ ഗെയിം ഞാനൊന്ന് കളിച്ച് നോക്കുന്നുണ്ട്. ചാർജ് 2% സബാഷ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് കളിച്ച ഗെയിമാണ്. കാരണം എനിക്കിത് മനസ്സിലായി സംഭവം എന്നാണ്. മറ്റേ സ്കുഡ് ഗെയിമാണ്, അങ്ങനത്തെ എന്തോ ഒരു കൊറിയൻ പടാറ്റോ ഇല്ലേ, അതിലിങ്ങനെ ഓടുമ്പം അത് തിരിഞ്ഞു നോക്കുമ്പോൾ അനങ്ങാണ്ട് എടുക്കണ്ടേ, അല്ലെങ്കിൽ വെടിയേച്ച് കൊല്ലുന്നത്, അങ്ങനത്തെ എന്തോ ഒരു ഗെയിമാണ്. ആദ്യം എനിക്ക് തിരിയുന്നുണ്ട്. ആദ്യത്തെ കളി ഞാൻ തോറ്റു. ആദ്യത്തെ കളി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ നിന്നു. രണ്ടാമത് ഞാൻ വെറുതെ ഓടുമ്പോൾ തന്നെ അടിച്ചു, വെടിയേച്ച് കൊല്ലുന്നു. അപ്പം ഇത് ആദ്യം കളിച്ചുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയായി, എനിക്ക് കളി എന്താണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഇതാക്കാം. ഇങ്ങനെ നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് കയറുന്നതെങ്കിൽ താഴെ ഫേസ്ബുക്കിൻ്റെ പരസ്യം കണ്ട അത് വരില്ല. എനിക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ ഇത് കിട്ടും. അതിപ്പം നെറ്റ് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ആദ്യം കയറിയിട്ട് ഓഫ് ആക്കിക്കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പം ഞാൻ ജയിച്ചു. മറ്റവനെ കൊന്നു. ശരിയല്ലേ. എനിക്ക് ഈ ഗെയിം അറിയാം, അതുകൊണ്ട് നമുക്ക് വേറൊരു ഗെയിം കളിച്ചു നോക്കാം. കാരണം ഞാനത് ഓൾറെഡി ഒരിക്കൽ കളിച്ചതാണ്. അപ്പം ഇത് ഡിഫിക്കൽട്ടിയൊക്കെ ഉണ്ട്. ആ സെൻറ്ററിലൊരു സാധനം, അത് നമുക്ക് കൂട്ടും കുറക്കുമെല്ലാം ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഡിഫിക്കൽട്ട് ആയിക്കോളും. അത് കൂട്ടിയാൽ ഡിഫിക്കൽട്ടാവും, കുറച്ചാലേ ആവില്ല. ഇത് മറ്റേ ബോൾ കൊണ്ട് തട്ടി കളിക്കേണ്ടത്. ഇത് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി തീരൂല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പുറം ഇല്ല, ഭയങ്കര കളിയാണ്. തീർക്കണമെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓനെ സ്ലോ ആക്കിയിട്ട് ഇട്ടിട്ട് ജയിപ്പിക്കേണ്ടി വരും. ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് കൂടിയ ഗെയിമാണ്. റിസ്ക് കൂടിയ ഗെയിം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കളിച്ചോ. അപ്പോൾ ഇതിങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കേണ്ടി വരും, ഈ കളി തീരൂല എന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് തൽക്കാലം ഒന്ന് റേസിങ് എടുത്ത് നോക്കാം. ആ കളി ഇത് തീരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫിക്കൽട്ട് എത്ര ആണെന്ന് നമുക്ക് മീഡിയം മതിയല്ല. ഓക്കെ, ഇതിൽ കാർ ഓടിക്കുന്നുണ്ട്. ഇതെന്താണ്, അയ്യോ ഇങ്ങനെ തട്ടിയ ഡാമേജ് താഴേക്ക് വീണാൽ ചാവുമല്ലേ. ഞാനങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം. ഓക്കെ, ഇത് കണ്ട ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫുള്ള് കൂട്ടി കഴിഞ്ഞാൽ തീർന്ന് നിങ്ങൾ ചത്തു. പച്ച കളറിലായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഓനെ തട്ടി നോക്കട്ടെ. അയ്യടാ എന്തൊരു സ്പ്രിങ്ങാ, ബാക്കിയുള്ളവർ തട്ടുമ്പോൾ മാത്രം പറ്റുന്നു. ടയറിൻ്റെ വലിപ്പമാണെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും ഈ കളി നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചിട്ട് എന്തെങ്കിലും ആക്ക്. നമുക്ക് വേറൊരു ഗെയിമും കൂടി നോക്കി നോക്കാം.
ഇതൊന്ന് വണ്ടി മലയാളം കയറി പോകേണ്ടതാണോ? അയ്യോടാ ഇത് കണ്ടിട്ട് സീനാണല്ല. ഏതാ എൻ്റെ വണ്ടി? അയ്യോ ഓ ഈ ചോപ്പാന്നല്ല എൻ്റെത്. ഓ എനിക്കിത് ഓടിക്കാൻ അറിയുന്നില്ല. കഴിക്കോ ഇത് ഇത്ര പാമ്പാ. യെസ് തന്നെ യെസ്. ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് സ്റ്റഡി ആയി. ഞാൻ കളി പഠിച്ചു വരുവാന്ന്. കളി പഠിച്ചു. അപ്പം ഞാനിപ്പം അടുത്ത കൂടെയെല്ലാം വളച്ചിട്ട് കളി പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓനങ്ങെത്തി. നേരത്തെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചേനെ. ഓ ഞാൻ തോറ്റുപോയി. അപ്പം കണ്ട ഇങ്ങനെ വെയിറ്റിംഗ് കണക്ഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് വരും. ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് കയറുമ്പോഴത്തേക്ക് ശരിയാവും. ഐലൻഡ് കയറി കഴിഞ്ഞാൽ ഇതാവില്ല. ഞാൻ കാണിച്ചു തരാം. ബാക്ക് അടിച്ച് ഒന്നും കൂടി കയറി. ഓക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി നെറ്റ് ഇല്ലല്ലോ, അത് ഞാൻ ഓഫാക്കിയത് കാണിച്ചല്ലേ. അപ്പം അതിൽ കയറി കണ്ട ആ താഴത്തെ പരസ്യമൊന്നുമില്ല കണ്ട, അത് നെറ്റ് ഓഫാക്കിയത് കൊണ്ട് അങ്ങനെ പരസ്യം വരാത്തതാണ്. ഇപ്പം ഗെയിം കളിയെല്ലാം തീർന്നു, ഫുള്ള് ബ്ലാക്ക് സ്ക്രീനായി. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.